മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഡിസംബർ 5-ന് നടക്കും. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. 2 ഉപമുഖ്യമന്ത്രിമാരും ചടങ്ങിൽ സത്യപ്രതിജ്ഞ ചെയ്യും. മുംബൈയിലെ ആസാദ് മൈതാനിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. MG മിഥുൻ ചേരുന്നു. മിഥുൻ, ഏറെ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും അതിനൊടുവിലാണ് ഫട്നാവിസിന്റെ തിരിച്ചുവരവിൽ വ്യക്തത ഉണ്ടാവുന്നത്. എപ്പോഴാണ് ഈ തീരുമാനമുണ്ടായത്? എങ്ങനെയാണ് ഷിൻഡെയെ അനുനയിപ്പിച്ചത്? സൈത്ത്, ഇപ്പോഴും അക്കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. സത്യപ്രതിജ്ഞ ചടങ്ങ് 5 തീയതി തന്നെ വൈകിട്ട് 4 കൂടി നടക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം മാത്രമാണ് ഇതിനോടകം വന്നിട്ടുള്ളത്. കാരണം നാളെ ഈ മഹായുതി സഖ്യത്തിന്റെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് മുംബൈയിൽ. ആ യോഗത്തിൽ ഏകനാഥ് ഷിൻഡെ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആ യോഗത്തിൽ ഈ വകുപ്പുകൾ സംബന്ധിച്ചും ഒപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് ഷിൻഡെ വിഭാഗത്തിന് നൽകണമെന്നുള്ളത് തന്നെയാണ്. നേരത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ഒപ്പം തന്നെ JP നദ്ദ അടക്കമുള്ള നേതാക്കളുമായി ഡൽഹിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഷിൻഡെ മുന്നോട്ട് വെച്ചത് ആ ആവശ്യം പരിഗണിക്കണം, അതല്ല എങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് നേരത്തെ തന്നെ ഷിൻഡെ വ്യക്തമാക്കിയിട്ടുണ്ട്. നാളെ അക്കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഫോർമുല പ്രകാരം ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം, അതായത് അജിത് പവാർ പക്ഷത്തിനും ഒപ്പം തന്നെ ഏകനാഥ് ഷിൻഡെ പക്ഷത്തിനും ഓരോ കേന്ദ്ര മന്ത്രി പദത്തിൽ സ്ഥാനങ്ങൾ നൽകാം. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ തീരുമാനമാക്കാം എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു നേരത്തെ കേന്ദ്ര നേതാക്കൾ, BJP കേന്ദ്ര നേതാക്കൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിലൊരു അതൃപ്തി അറിയിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ നടക്കേണ്ടിയിരുന്ന സുപ്രധാനമായിട്ടുള്ള 2 യോഗങ്ങളിൽ നിന്ന് ഏകനാഥ് ഷിൻഡെ വിട്ടുനിൽക്കുകയും ഒപ്പം തന്നെ മുംബൈയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വില്ലേജിലേക്ക് അദ്ദേഹം നീങ്ങുകയും ചെയ്തത്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിന്റെ പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്ന അദ്ദേഹത്തിന് ആരോഗ്യമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നത്. നാളത്തെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ധാരണ ഉണ്ടാകുകയും ചെയ്യുമെന്ന് BJP നേതാക്കളും പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 5-ാം തീയതി നേരത്തെ തന്നെ ഈ ഒരു ഡേറ്റ് BJP നേതൃത്വം പുറത്തുവിടുകയും ചെയ്യുന്നു. 5-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നായിരുന്നു അറിയിച്ചത്. ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ആശയക്കുഴപ്പങ്ങൾക്കൊടുവിൽ വ്യക്തത ഉണ്ടാകുന്നു. ദേവേന്ദ്ര ഫട്നാവിസിന്റെ സത്യപ്രതിജ്ഞ 5-ാം തീയതി നടക്കും.